ഞാൻ ഏതാണ്ട് അരനൂറ്റാണ്ടോളം കാലമായിട്ട് ഇസ്ലാം മതത്തിനെതിരായി നിരന്തരമായിട്ട് വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായിട്ടുള്ള ഖുർആൻ, ഹദീസ്, ഇസ്ലാമിൻ്റെ ചരിത്രം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏറ്റവും ആധികാരികമായിട്ടുള്ള ഈ പ്രമാണങ്ങളെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഉന്നയിക്കാവുന്ന യുക്തിപരമായ നിരവധി വിമർശനങ്ങൾ ഇതിനകം ഉന്നയിച്ചിട്ടുണ്ട്. ഈ വിമർശനങ്ങൾ ഉന്നയിച്ച് തുടങ്ങിയ കാലം തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഇതിന് മതപണ്ഡിതന്മാരിൽ നിന്നും കൃത്യമായ ആശയപരമായ മറുപടികൾ ഉണ്ടാവുക എന്നതാണ്. അങ്ങനെ മറുപടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധങ്ങളുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനും തിരുത്താനും സാധിക്കും. മറുപടികൾ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറേ കൂടി ആഴത്തിലും പരപ്പിലും ഇത് പഠിക്കാനും അങ്ങനെ ഈ വിമർശനങ്ങളെ ഒരു സംവാദ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതുകൊണ്ടാണ് വിമർശനം തുടങ്ങിയ കാലം തൊട്ട് തന്നെ മതപണ്ഡിതന്മാരിൽ നിന്ന് മറുപടി ലഭിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നതും അവരുമായിട്ട് സംവാദങ്ങളിൽ ഏർപ്പെടണം എന്ന് ആഗ്രഹിച്ചിരുന്നതും. പക്ഷേ നിർഭാഗ്യവശാൽ ഈ അടുത്ത കാലം വരെയും അങ്ങനെയുള്ളൊരു ഭാഗ്യം വേറെയൊന്നും സിദ്ധിച്ചിട്ടില്ല. നമ്മൾ പറയുന്ന ആശയങ്ങളെ അവഗണിക്കുക എന്നതായിരുന്നു ഈ അടുത്ത കാലം വരെ ഇവർ സ്വീകരിച്ചിരുന്ന ഒരു നിലപാട്. കാരണം നമ്മൾ പറയുന്നത് സാധാരണ വിശ്വാസികളായ ആളുകൾ അധികം കേൾക്കുകയോ വായിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾക്ക് പരിമിതമായിട്ടുള്ള മാധ്യമങ്ങളാണെന്ന് ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട്. പക്ഷേ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളെല്ലാം ഈ മത നേതാക്കന്മാർക്ക്, പ്രത്യേകിച്ച് ഈ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി കള്ളത്തരങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ അതിൻ്റെ തലപ്പത്തുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ വിമർശനങ്ങൾ ലേഖന രൂപത്തിലും മറ്റും പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെ നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് പ്രതികരിക്കാതിരിക്കുകയും അവർ തുടർന്നു വന്നിരുന്ന കള്ളപ്രചരണങ്ങൾ അതേപടി തുടരുകയുമാണ് അവർ ചെയ്തു വന്നത്. ആ കള്ളത്തരങ്ങളെ പൊളിക്കുന്ന മറുപടികളായിരുന്നു നമ്മൾ ആദ്യകാലത്തൊക്കെ വിമർശനമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ഞാൻ ആദ്യം വിമർശനമായി പറഞ്ഞത് ഖുർആനിൽ ശാസ്ത്രം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന ഈ സിന്ദാനി പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഇവിടെയൊക്കെ ഇവർ തള്ളിമറിച്ചിരുന്ന പ്രചാരണങ്ങൾ കള്ളത്തരമാണ് എന്ന് തുറന്നു കാണിക്കുന്ന വിമർശനങ്ങളാണ്. ഖുർആനിൽ ശാസ്ത്രം ഒളിപ്പിച്ച് കടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കുറേ ഉദാഹരണങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചിരുന്നു. ആ ഉദാഹരണങ്ങളെല്ലാം ശുദ്ധ അസംബന്ധമാണെന്നും ഈ പറയുന്നതെല്ലാം വെറും കള്ളവാണെന്നും കള്ളത്തരമാണെന്നും ആ പറയുന്നതിൽ തന്നെ വലിയ അബദ്ധങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ട് എന്നും കാര്യകാരണ സഹിതം രേഖകൾ സഹിതം തെളിയിക്കുന്നതായിരുന്നു എൻ്റെ ആദ്യകാലത്തെ എഴുത്തുകളും മറ്റും. അതുകൊണ്ട് തന്നെ അത്തരം കള്ളപ്രചരണങ്ങൾ നടത്തിയിരുന്ന ഇവിടുത്തെ മുജാഹിദിൻ്റെ ജമാഅത്തിൻ്റെയൊക്കെ തലപ്പത്തുള്ള ആളുകൾക്ക് തന്നെ ഞാൻ ലേഖനങ്ങളും മറ്റും അയച്ചു കൊടുക്കുകയും അവർക്ക് നേരിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവർ ഈ കള്ളപ്രചരണം പിന്നെയും പതിറ്റാണ്ടുകൾ തുടരുക എന്നല്ലാതെ അവരുടെ അബദ്ധങ്ങൾ തിരുത്താൻ പോലും അവർ അന്ന് തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ വ്യാപകമായതിന് ശേഷം നമ്മളുടെയൊക്കെ വിമർശനങ്ങൾ സാധാരണ വിശ്വാസികൾ ഏറ്റെടുക്കുകയും വിശ്വാസികളായ ആളുകൾ അവരുടെ പണ്ഡിതന്മാരോട് അവരുടെ സദസ്സുകളിൽ വെച്ച് നേരിട്ട് തന്നെ ഇത്തരം സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തു തുടങ്ങിയപ്പോൾ ഇവർക്ക് പഴയ നിലപാട് തുടരാൻ പറ്റാതെ വന്നു. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ വിശ്വാസികളെ ആശ്വസിപ്പിക്കുന്ന തരത്തിൽ മറുപടികൾ പറയാൻ ഇവർ നിർബന്ധിതരായി വന്നപ്പോൾ അവർ പുതിയ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് വിശ്വാസികളെ കബളിപ്പിക്കുക എന്ന തന്ത്രം മറ്റൊരു രീതിയിൽ അവർ തുടരുന്നത്. ഈ കബളിപ്പിക്കലും പറ്റിക്കലുമാണ് ഇസ്ലാമിക പ്രചാരകർ പണ്ട് മുതലേ തുടർന്നു വരുന്ന ഒരു രീതി. അത് ദഅ്വാ പ്രവർത്തകരെ പരിശീലിപ്പിക്കുന്ന ഏർപ്പാട് ആ രംഗത്തുള്ള ഈ പെരുന്തച്ചന്മാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു തെളിവ്, ഒരു ഉദാഹരണം എനിക്ക് ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ രൂപത്തിൽ കാണാൻ കഴിഞ്ഞു. യൂട്യൂബിലെ ഒരു വീഡിയോ. അത് നമ്മുടെ MM അക്ബർ അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സായിട്ടുള്ള B ടീമിനെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹമൊക്കെ ഇപ്പോൾ ഈ കച്ചവടം നിർത്താൻ പോകുന്നു. അപ്പോൾ ആ കച്ചവടം തുടരാൻ ഒരു പുതിയ തലമുറയിൽപ്പെട്ട വേറൊരു ടീമിനെ ഏൽപ്പിക്കുന്നു എന്ന മട്ടിൽ ഒരു B ടീമിനെ പരിശീലിപ്പിച്ചെടുക്കുന്നുണ്ട്. ആ പരിശീലനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ ഒരു ട്രെയിനിങ് ക്ലാസിൻ്റെ വീഡിയോ ആണ് ഞാൻ കണ്ടത്. അതിനകത്ത് എങ്ങനെയാണ് മതത്തിനെതിരെ വരുന്ന വിമർശനങ്ങളെ നമ്മൾ നേരിടേണ്ടത് എന്ന് ഈ
ചെറുപ്പക്കാർക്ക് അദ്ദേഹം ക്ലാസ് എടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദൈവ തട്ടിപ്പ് ചരിത്രത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ തന്നെ അനുഭവങ്ങളിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എങ്ങനെയാണ് വിശ്വാസികളെ കബളിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു സംവാദം ഒക്കെ നടക്കുമ്പോൾ ഓഡിയൻസിനെ കബളിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിന് ഉദാഹരണമായിട്ട് പറയുന്ന കൂട്ടത്തിൽ ഞാനുമായി നടന്ന സംവാദത്തെയും പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ഒരു ക്രിസ്ത്യൻ പാതിരിയെ എങ്ങനെയാണ് എം അക്ബർ കബളിപ്പിച്ചത് എന്നതിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. പറയുന്നത് ഇതാണ്: നമ്മൾ ഒരു സംവാദം നടക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് ഒരു 10-25 വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ഒരു സംവാദ വേദിയിലാണ് ഒരു 25 പോയിൻ്റുകളാണ് നമുക്കെതിരെ വിമർശനമായിട്ട് എതിർപക്ഷത്തുള്ള ആൾ വിമർശിച്ചത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അയാൾ പറഞ്ഞ 25 പോയിൻറ്റും നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിൽ ഒരു 24 പോയിൻറ്റും നമുക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതൊന്നും ടച്ച് ചെയ്യാനേ പാടില്ല, നമ്മൾ തൊടാൻ പാടില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം, ഒരു പോയിൻ്റ്, അയാൾ ഈ 25 പോയിൻ്റ് പറയുന്നതിനിടയിൽ ഒരു പോയിൻ്റെങ്കിലും നമുക്ക് മറുപടി പറയാൻ എന്തെങ്കിലും പഴുതുള്ളതായിട്ട് കണ്ടാൽ, അതായത് ആ 25 വിമർശനങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുർബലമായി തോന്നുന്ന ഒരെണ്ണം നമ്മൾ എടുക്കുക. എന്നിട്ട് അത് മാത്രം എടുത്തുകൊണ്ട് അതിന് ശക്തമായ ഒരു മറുപടി നമ്മൾ അവിടെ അങ്ങോട്ട് പറഞ്ഞിട്ട് എതിരാളിയെ നമ്മളവിടെ ആ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് തോൽപ്പിക്കുക. പക്ഷേ എതിരാളി പറഞ്ഞ 25 പോയിന്റിൽ ഒരു പോയിന്റ് കുറച്ച് ദുർബലമാണെന്നും അതിന് നമുക്ക് മറുപടി ഉണ്ട് എന്നും തോന്നുകയാണെങ്കിൽ ആ ഒരു പോയിന്റ് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ബാക്കി 24 പോയിന്റും നമ്മൾ അവഗണിച്ച് കളയുക. എന്നിട്ട് ഈ ഒരു പോയിന്റ് മാത്രം എടുത്തിട്ട് നമ്മൾ മുഴുവൻ സമയവും അതുമ്മല അങ്ങോട്ട് ചിലവഴിച്ച് കഴിഞ്ഞാൽ ഈ എതിരാളി നമ്മളുടെ മുമ്പിൽ തളർന്നു പോവുകയും ഓഡിയൻസിന് നമ്മൾ എതിരാളിയെ മുട്ടുകുത്തി തോൽപ്പിച്ചു എന്ന ഒരു തോന്നലുണ്ടാക്കുകയും ചെയ്യാം. അങ്ങനെ നമുക്കെതിരെ വന്ന 25 വിമർശനങ്ങളിൽ 24 വിമർശനങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ഇതാണ്, അങ്ങനെ കബളിപ്പിക്കണം എന്നാണ് എം അക്ബർ ഈ ജൂനിയർ ടീമിനെ പരിശീലിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് എം അക്ബർ പരിശീലിപ്പിക്കുമ്പോൾ പറയുക മാത്രമല്ല, എം അക്ബറിനെ പോലെയുള്ള ആളുകൾ നിരന്തരമായി ഈ അടവാണ് പയറ്റി വരാറുള്ളത്. ആ അടവ് വളരെ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമ്മളൊക്കെ മതവിമർശനങ്ങൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ ദുർബലമായ കാര്യങ്ങൾ പറയാതിരിക്കുകയാണ് ചെയ്യുക. നമ്മൾ വളരെ കൃത്യമായിട്ടും ശക്തമായിട്ടും മറുപടിയില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ വിമർശനങ്ങളായിട്ട് ഉന്നയിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മറുപടികൾ വരാതിരിക്കുന്നത്. ഇവിടെ അവരുപയോഗിക്കുന്ന വേറൊരു തന്ത്രം അതാണ്. ഇപ്പോൾ കുറേ പേര് വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ യുക്തിവാദികളായിട്ടുള്ളൊരു 10 പേര് ഇസ്ലാമിനെതിരെ വിമർശിക്കുന്നുണ്ട്. അതിൽ ചില ആൾക്കാർ ഇസ്ലാം നല്ല ആഴത്തിൽ പഠിച്ചിട്ട് മറുപടി ഇല്ലാത്ത വിധത്തിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നതെങ്കിൽ വേറെ ചില ആൾക്കാർ വളരെ അശ്രദ്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ അങ്ങോട്ട് എടുത്ത് ഉന്നയിക്കും. അവർ കാര്യമായി പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധം വന്നുപെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ 10 യുക്തിവാദികളിൽ ആ അബദ്ധം പറയുന്ന യുക്തിവാദിയെ മാത്രം പെറുക്കി കൊണ്ടുവന്നിട്ട് അയാൾക്ക് അങ്ങോട്ട് മറുപടി പറഞ്ഞാൽ യുക്തിവാദികൾ മൊത്തം മണ്ടന്മാരാണ് എന്ന് നമുക്ക് അങ്ങോട്ട് തെളിയിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കബളിപ്പിക്കലിലൂടെ മാത്രമേ നമുക്ക് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ കഴിയൂ എന്നാണ് അക്ബറിനെ പോലെയുള്ള ആളുകൾ അവരുടെ ബി ടീം ചെറുപ്പക്കാരെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്. ഇത് വളരെ ശരിയാണ്. ഇത് തന്നെയാണ് ഇസ്ലാമിസ്റ്റുകൾ ലോകമെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്ന കബളിപ്പിക്കൽ തന്ത്രം. ഇസ്ലാം വിമർശിക്കപ്പെടുമ്പോൾ അതിലുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങളെയോ പ്രധാനപ്പെട്ടിട്ടുള്ള ആശയങ്ങളെയോ ഒന്നും പരാമർശിക്കാതെ എവിടെയെങ്കിലും ആമുഖമായിട്ട് പറഞ്ഞ അല്ലെങ്കിൽ ആനുഷംഗികമായിട്ട് അനുബന്ധമായിട്ട് പറഞ്ഞ എന്തെങ്കിലും തമാശ പറയാൻ വേണ്ടി പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും അവർക്ക് മറുപടി പറയാവുന്ന ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം പെറുക്കിയെടുക്കുക. എന്നിട്ട് അതിന് മറുപടി പറഞ്ഞിട്ട് ഇതാ ലോകത്തുള്ള മുഴുവൻ യുക്തിവാദികളും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറയുന്നവരാണ് എന്നുകൊണ്ട് ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തൽക്കാലം യുക്തിവാദികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നതാണ് ഇവർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പല്ലിസൂത്രം. ന്യായവൈകല്യങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് പോയിട്ട് അവിടെ നിന്ന് കിട്ടാവുന്ന ഐറ്റംസ് മുഴുവൻ എടുത്തു കൊണ്ടുവന്നിട്ട് ഇവർ ഇത്തരം വേദികളിൽ പ്രയോഗിക്കാം. എന്നിട്ട് ആളുകളെ, വിശ്വാസികളെ കബളിപ്പിച്ച് വിശ്വാസികളെ ആശ്വസിപ്പിക്കുക, എതിരാളികളെ കബളിപ്പിച്ച് അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുക. ഇതാണ് ഇവർ ഉപയോഗിക്കുന്ന തന്ത്രം.
ഞാൻ ഇത്രയും പറയാൻ കാരണം, ഞാൻ ഉന്നയിച്ച വിമർശനങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ള മറുപടികൾ ഇതുവരെയും ആരുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അങ്ങനെ മറുപടികൾക്ക് വേണ്ടി ഇവരുടെ പുറകെ നടന്ന് ഇവരെ പ്രകോപിപ്പിച്ചാൽ പോലും ഒഴിഞ്ഞു മാറുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ സോഷ്യൽ മീഡിയ കാലത്ത് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റാതെ വന്നപ്പോൾ വിശ്വാസികൾ തന്നെ ഇവരെ നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പരിപാടി നടത്തി കഴിഞ്ഞാൽ ആ പരിപാടികളിൽ വന്നിട്ടുള്ള വിമർശനങ്ങൾ അപ്പോൾ തന്നെ വിശ്വാസികളിലൂടെ ഇവരുടെ ചെവികളിലെത്തുന്നു. അപ്പോൾ അവർക്ക് മറുപടി പറയാൻ നിർബന്ധിതരാകുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ന്യായവൈകല്യങ്ങളൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് വിശ്വാസികളെ കബളിപ്പിച്ച് ഒരു മറുപടി പറഞ്ഞു എന്ന് വരുത്തി തീർക്കുന്ന ചില പരിപാടികൾ അടുത്ത കാലത്ത് ഇവർ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ നടന്നിട്ടുള്ള ഒരു സംഭവം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ ചില സുഹൃത്തുക്കളും പിന്നെ നമ്മുടെ എതിർപക്ഷത്തുള്ള വിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള ചില ആളുകളും എനിക്ക് ഒരു വീഡിയോൻ്റെ ലിങ്ക് അയച്ചു തന്നു. ഞാൻ നിലമ്പൂരിലെ സ്വതന്ത്രലോകം പരിപാടിയിൽ അവതരിപ്പിച്ച ഫിത്ന എന്ന എൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞ ഇസ്ലാം മത വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി നമ്മൾ പരിപാടി നടത്തിയ നിലമ്പൂരിലെ അതേ ഓഡിറ്റോറിയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു ജമാഅത്ത് നേതാവ് എൻ്റെ പ്രസംഗത്തിന് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3/4 മണിക്കൂറിലധികം സമയം എടുത്തുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ആ പ്രഭാഷണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കാണ് ചില ആൾക്കാർ എനിക്ക് അയച്ചു തന്നത്. ഇങ്ങനെ ഒരു മറുപടി, ജബ്ബാർ മാഷിൻ്റെ പ്രസംഗത്തിന് മാത്രം മറുപടി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗം ഒരു ജമാഅത്ത് നേതാവ് നടത്തിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇതാ, അതൊന്ന് കേട്ടിട്ട് അതിനൊരു മറുപടി പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ചില ആൾക്കാർ എനിക്ക് ഈ ലിങ്ക് അയച്ചു തന്നത്. അപ്പോൾ ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് നോക്കി. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഒരു ചാനൽ, ആ ചാനലൊന്നും ആരും കാണുന്ന ഒരു ചാനലൊന്നുമല്ല, അധികം വ്യൂസ് ഒന്നും ഇല്ലാത്തൊരു ചാനലിൽ അങ്ങനെ ഒരു പ്രസംഗം കണ്ടു. ആ പ്രസംഗവും ഞാൻ കാണുന്ന സമയത്ത് ആകെ 500 പേരൊക്കെ കണ്ടിട്ടുള്ളൂ. ഒരാഴ്ചയിലധികം അത് അപ്ലോഡ് ചെയ്തിട്ട് അതിപ്പോഴും 1000-ൽ താഴെ ആളുകൾ മാത്രമേ ആ വീഡിയോ കണ്ടിട്ടുള്ളൂ. 2 ആഴ്ചയോളമായി. അപ്പോൾ അങ്ങനെ അധികം ആളുകളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ലിങ്ക് അയച്ചു തന്നിട്ട് നമ്മളെക്കൊണ്ട് മറുപടി പറയിപ്പിക്കാനുള്ള ഒരു ശ്രമം വിശ്വാസികളായ ആളുകളും നമ്മുടെ ചില സുഹൃത്തുക്കളും നടത്തിയത് കൊണ്ട് ഇനി നമ്മൾ അതിനെ പരാമർശിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ല എങ്കിൽ ഇതാ നമുക്ക് യുക്തിവാദികൾക്ക് മറുപടിയില്ല എന്ന് വീമ്പ് പറയാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഞാൻ ആ പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിച്ച ന്യായ വൈകല്യങ്ങൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെ സൂത്രങ്ങളും തന്ത്രങ്ങളുമാണ് ഇദ്ദേഹം മറുപടി പറയാൻ വേണ്ടി പ്രയോഗിച്ചത് എന്നും ഞാൻ അല്പസമയം ഒന്ന് വിശദീകരിക്കാം. ഈ സംസാരം നീണ്ടുപോവുകയാണെങ്കിൽ 1-2 പാർട്ടായിട്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇവിടെ MM അക്ബർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന അതേ തന്ത്രം തന്നെയാണ് ഈ ജമാഅത്ത് നേതാവും നമ്മളുടെ പ്രഭാഷണത്തിന് മറുപടിയായിട്ട് പറയുമ്പോൾ അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. എൻ്റെ ഫിത്ന എന്ന പ്രഭാഷണം അവിടെ നടത്തിയ പ്രസംഗം അധികം സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലാത്ത ഒരു പുതിയ ചാനലിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പോലും അത് ഒരുപാട് 10,000-കണക്കിന് ആളുകൾ അത് ഇതിനകം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അതേ പ്രഭാഷണം കുറച്ചും കൂടെ വിപുലീകരിച്ച് ഞാൻ വീഡിയോ രൂപത്തിൽ ഇവിടെ ഇരുന്നു കൊണ്ടും എൻ്റെ ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് ആളുകൾ ഇതിനകം കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെ 10,000-കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞ ആ വീഡിയോയ്ക്ക് മറുപടി പ്രസംഗമായി വന്നിട്ടുള്ള ഈ വീഡിയോ വളരെ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും ഞാൻ ആ പ്രസംഗത്തിന് ഒരു മറുപടി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഫിത്ന എന്ന പ്രസംഗത്തിലൂടെ ഞാൻ കേരളത്തിലെ മുസ്ലിം വിശ്വാസി സമൂഹത്തോട് പ്രധാനമായും പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്താണോ, അതിൻ്റെ കേന്ദ്ര ആശയം എന്താണോ, അതിൽ നിന്ന് വളരെ സമർത്ഥമായി ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പല്ലിസൂത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ മറുപടി പ്രസംഗം. അവിടെ അക്ബർ നിർദ്ദേശിക്കുന്നത് പോലെയുള്ള തട്ടിപ്പുകളും കുതന്ത്രങ്ങളും തന്നെയാണ് ഇദ്ദേഹവും പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൂടാതെ ന്യായവൈകല്യങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടുന്ന് കിട്ടാവുന്ന ഐറ്റംസ് മുഴുവൻ എടുത്തുകൊണ്ടുവന്നിട്ട് ഇദ്ദേഹം ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഫിത്ന എന്ന പ്രഭാഷണത്തിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത്, ആ പ്രഭാഷണം കേട്ടാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ
മുഹമ്മദ് നബിയുടെ മരണശേഷം ഇസ്ലാമിനകത്ത് നടന്നിട്ടുള്ള ആഭ്യന്തര കലാപങ്ങൾ എത്രത്തോളം ഭീകരമായിരുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ അവിടെ പ്രഭാഷണത്തിലൂടെ അവതരിപ്പിച്ചത്. അത് സാധാരണ വിശ്വാസികൾക്ക് ഇസ്ലാമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ആധുനിക കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടും മതപ്രഭാഷണങ്ങൾ കേട്ടിട്ടും മനസ്സിലാക്കിയ ആളുകൾക്ക് പോലും അറിയാത്ത, സാധാരണ വിശ്വാസികൾക്ക് ഒട്ടുമേ അറിയാത്ത കുറേ കാര്യങ്ങളാണ് ഞാൻ വിശ്വാസികൾക്ക് മുമ്പിൽ ഈ പ്രഭാഷണത്തിലൂടെ അവതരിപ്പിച്ചത്. പ്രവാചകൻ മരണപ്പെട്ട നിമിഷം മുതൽ ആരംഭിക്കുന്ന ആഭ്യന്തര കലാപം, ആ ആഭ്യന്തര കലാപത്തിൻ്റെ ഭീകരത എത്രത്തോളം എന്ന് വച്ചാൽ പ്രവാചകൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും കൊന്ന് കൊലവിളിച്ച് ആ പരമ്പര തന്നെ വേരറുത്ത് കളഞ്ഞ സംഭവങ്ങളാണ് പ്രവാചകൻ്റെ മരണശേഷം 10-20 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്നത്. തങ്ങൾ റളിയല്ലാഹു അൻഹു എന്ന് വിളിച്ച് ആദരിച്ചു കൊണ്ടിരിക്കുന്ന ഖലീഫ ഉമറാണ് തങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകൻ്റെ ഓമനപുത്രിയെ ചവിട്ടിക്കൊന്നത് എന്ന കാര്യം ഇവിടുത്തെ നിഷ്കളങ്കരായ സാധാരണ വിശ്വാസികൾക്കറിയില്ല. അതാണ് നമ്മളവിടെ അവരോട് പറഞ്ഞത്. മുഹമ്മദ് മരണപ്പെട്ട ആ നിമിഷം തന്നെ ഇസ്ലാമിലുണ്ടായിരുന്ന മക്കയിലും മദീനയിലും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന മുസ്ലിം സമൂഹത്തിൽ നിന്ന് മഹാഭൂരിപക്ഷം ആളുകളും ഇസ്ലാം മതം വിട്ടുപോയി എന്ന ഒരു ഫിത്ന അവിടെ ആരംഭിക്കുന്നുണ്ട്. അത് സാധാരണ മുസ്ലിം വിശ്വാസികൾക്കറിയില്ല. അവരുടെ ധാരണ നബി ഉണ്ടാക്കിയ ഈ മതത്തിൽ അന്നുണ്ടായിരുന്ന എല്ലാവരും മക്കയിലും മദീനയിലും ചുറ്റുപാടുള്ള ആളുകളെല്ലാം ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു എന്നാണ്. അങ്ങനെ വിശ്വസിച്ചിരുന്നെങ്കിൽ നബി മരിച്ച ഉടനെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കൂട്ടത്തോടെ മതം വിട്ടു പോകുമായിരുന്നില്ല. ഒരുപാട് ഗോത്രങ്ങൾ മതം വിട്ടുപോയി. അൻസാറുകൾ തന്നെ നബിയുടെ മരണത്തോടു കൂടി ഇസ്ലാമുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് അവർ സ്വന്തമായിട്ട് വേറെ പഴയ രീതിയിൽ അവരുടേതായ ഗോത്ര ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവാനാണ് തീരുമാനിച്ചത്. അതനുസരിച്ച് നബി മരിച്ചു കിടക്കുമ്പോൾ തന്നെ അൻസാറുകൾ വേറെ യോഗം ചേർന്ന് അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കാൻ തുനിഞ്ഞു. അത് കയ്യൂക്ക് ഉപയോഗിച്ചുകൊണ്ട് അബൂബക്കറും ഉമറും ഉസ്മാനൊക്കെ കൂടെ കൂടിയിട്ട് അതിനെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. അങ്ങനെ അബൂബക്കർ ഖലീഫയായ സമയത്ത് ഈ മതം വിട്ടുപോയ ആളുകളെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഘോരമായ യുദ്ധം നടത്തേണ്ടി വന്നു. 10,000-കണക്കിന് ആളുകൾ അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. അതിനിടയ്ക്ക് ഫാത്തിമയും അലിയും ഈ അബൂബക്കറുമായിട്ട് ഉടക്കുണ്ടാക്കുന്നുണ്ട്. ഫാത്തിമയ്ക്കും അലിക്കും ജീവിക്കാൻ വേണ്ടി സ്വത്ത് ചോദിച്ചു വരുന്നുണ്ട്. സ്വത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി അവർ പിണങ്ങിപ്പോയി വീട്ടിൽ പോയി വാതിലടച്ചിരുന്ന്. അങ്ങനെ അബൂബക്കർ ഉമറിനെയും കൂട്ടരെയും ആ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. അവർ പോയി വീട് വളഞ്ഞ് അവിടെ അക്രമം നടത്തുന്നു. ആ അക്രമത്തിലാണ് ഉമർ വാതിൽ ചവിട്ടിപ്പൊളിച്ചപ്പോൾ ആ വാതിലിൻ്റെ ഉള്ളിൽ പെട്ടിട്ടാണ് ഫാത്തിമ പരിക്കേറ്റ് മരണപ്പെടുന്നത്. ഉമർ 10 കൊല്ലം ഭരിച്ച് ഉമർ കൊല്ലപ്പെടുന്നു. ഉമർ കൊല്ലപ്പെടാൻ കാരണവും ഇസ്ലാമിനുള്ളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും ഉമറിൻ്റെ ചില നടപടികളുമാണ് കാരണമാകുന്നത്. അത് കഴിഞ്ഞ് ഉമർ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഉമർ വേറെ 5-6 പേരുടെ ഒരു ലിസ്റ്റ് പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് അവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ പറയുകയാണ്. തിരഞ്ഞെടുക്കാൻ പറയുന്ന മാനദണ്ഡമൊക്കെ വളരെ വിചിത്രമാണ്, വളരെ ഭീകരമാണ്. അതൊക്കെ ഞാൻ അവിടെ വിശദമായിട്ട് പറഞ്ഞതാണ്. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് പ്രവചിച്ച 10 പേരിൽ 6 പേരാണ് ആ ഉമർ നിർദ്ദേശിച്ച ലിസ്റ്റിലുണ്ടായിരുന്നത്. ആ ലിസ്റ്റിലുണ്ടായിരുന്ന 6 പേരിൽ 4 പേരും പരസ്പരം ഏറ്റുമുട്ടിയാണ് പിന്നീട് മരിക്കുന്നത്. 2 മുസ്ലിങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ 2 പേരും നരകത്തിലായിരിക്കുമെന്ന് നബി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നബി തന്നെ സ്വർഗത്തിൽ പോകുമെന്ന് പ്രവചിച്ച ഈ 6 പേരിൽ 4 പേരും പരസ്പരം ഏറ്റുമുട്ടിയിട്ട് നരകത്തിൽ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും സാധാരണ വിശ്വാസികളായ ആളുകൾക്ക് അറിയുന്ന കാര്യമല്ല. ഇതൊക്കെയാണ് ഞാൻ അവിടെ വിശദമായിട്ട് പറഞ്ഞത്. ഖലീഫമാരാവാൻ യോഗ്യരായ ലിസ്റ്റിൽ ഉമർ പ്രഖ്യാപിച്ച ലിസ്റ്റിലുള്ളവരാണ് അലിയും തൽഹത്തും സുബൈറും. ഈ 3 പേരും ചേർന്നാണ് 3-ാം ഖലീഫയായ ഉസ്മാനെ അതിദാരുണമായി കൊല്ലുന്നത്. ആലോചിക്കണം നിങ്ങൾ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് മുഹമ്മദ് നബി എഴുതി കൊടുത്ത ഈ 6 പേരിലെ 3 പേരാണ് മറ്റേ 3 പേരും കൂടെ തിരഞ്ഞെടുത്ത ഉസ്മാൻ എന്ന 3-ാം ഖലീഫയെ പോയിട്ട് കൊല്ലുന്നത്. മാത്രമല്ല 1-ാം ഖലീഫ അബൂബക്കറിൻ്റെ മകനാണ് 3-ാം ഖലീഫ ഉസ്മാനെ വെട്ടിക്കൊല്ലാൻ ആദ്യം പോയിട്ട് തല പിടിച്ചു കൊടുക്കുന്നത്. ഇതൊന്നും സാധാരണ വിശ്വാസികൾക്ക് അറിയുന്ന കാര്യമല്ല. അങ്ങനെയുള്ള ഒരുപാട് അതിഭീകരമായിട്ടുള്ള സംഭവങ്ങളുടെ ഒരു പരമ്പരയാണ് പിന്നെ നടക്കുന്നത്. അവസാനം ഉസ്മാൻ്റെ കൊലപാതകത്തിന് ശേഷം
അലിയോടൊപ്പം നേരത്തെ നിന്നിരുന്ന, അലിക്ക് പിന്തുണയുമായി നിന്നിരുന്ന തൽഹത്തും സുബൈറും തന്നെയാണ് അലിക്കെതിരായിട്ട് കലാപം നടത്തുന്നത്. ആ കലാപത്തിൽ നബിയുടെ ഇഷ്ടപത്നിയായിരുന്ന ആയിഷയും തൽഹത്തിൻ്റെ സുബൈറിൻ്റെയും കൂടെ കൂടുന്നു. അങ്ങനെ ആയിഷയും തൽഹത്തും സുബൈറും കൂടെ കൂടി അലിക്കെതിരായി നടന്ന യുദ്ധം, ജമൽ യുദ്ധം, ആ യുദ്ധത്തിൽ 10,000-കണക്കിന് മുസ്ലിങ്ങൾ മരിക്കുന്നു. ആ മരിച്ചവരുടെ കൂട്ടത്തിൽ മുഹമ്മദ് നബി നേരത്തെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എഴുതി കൊടുത്ത ഉമർ നേരത്തെ ഖലീഫയാകാൻ യോഗ്യതയുള്ള 6 പേരുടെ ലിസ്റ്റായിട്ട് പ്രഖ്യാപിച്ച ആ ലിസ്റ്റിൽ അലി ഖലീഫയാവണം എന്ന് പറഞ്ഞുകൊണ്ട് അലിയുടെ കൂടെ നിന്നിരുന്ന തൽഹത്തും സുബൈറും അടക്കമാണ് 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നത് ജമൽ യുദ്ധത്തിൽ. ഇതൊന്നും ഇവിടുത്തെ സാധാരണ വിശ്വാസികൾക്ക് അറിയുന്ന കാര്യമല്ല. ആയിഷയും അലിയും തമ്മിൽ നടന്ന യുദ്ധം, ആ യുദ്ധത്തിൽ തൽഹത്തും സുബൈറും കൊല്ലപ്പെടുന്നു. പിന്നീട് അലി തന്നെയും കൊല്ലപ്പെടുന്നു. അപ്പോഴേക്ക് അബൂ സുഫിയാൻ്റെ മക്കൾ കാര്യങ്ങൾ കൈക്കലാക്കുന്നു. അബൂ സുഫിയാൻ്റെ മകൻ മുആവിയയുടെ കാലം വരുന്നു. മുആവിയയ്ക്ക് ശേഷം യസീദ് വരുന്നു. മുആവിയയുടെയും യസീദിൻ്റെയും ഭരണകാലത്താണ് അലിയും അലിയുടെ മക്കളും മുഴുവൻ അതിദാരുണമായി കൊല്ലപ്പെടുന്നത്. അങ്ങനെ പിന്നീട് ഇസ്ലാമിൻ്റെ മൊത്തം മതപരവും രാഷ്ട്രീയവുമായിട്ടുള്ള നേതൃത്വം അബൂ സുഫിയാൻ്റെ സന്തതി പരമ്പരയിലേക്ക് മാറുന്നു. ഇങ്ങനെ നബിയുടെ വംശപരമ്പര തന്നെ വേരറുക്കപ്പെടുന്നു. ഇതൊന്നും ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല. ചരിത്രം പഠിച്ച ആളുകൾ പോലും ഇതിനെ ഒന്നും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഇസ്ലാമിൻ്റെ ചരിത്രത്തെ സൂക്ഷ്മമായി പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ ഭീകരമായിട്ടുള്ള കഥകളൊക്കെ മനസ്സിലാവുന്നത്. ഇതൊക്കെ ഒന്ന് മുസ്ലിം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക എന്നതായിരുന്നു ഫിത്ന എന്ന പ്രഭാഷണത്തിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ അവിടെ നിർവഹിച്ചത്. എന്നാൽ ഫിത്ന എന്ന പ്രഭാഷണത്തിന് മറുപടി പറയാൻ വന്ന ജമായത്ത് സുഹൃത്ത് ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളിലെ ഒന്നും തന്നെ സ്പർശിക്കുക പോലും ചെയ്തില്ല. ഞാൻ എന്ത് പറയാൻ വേണ്ടിയാണോ ഈ വിഷയം അവിടെ അവതരിപ്പിച്ചത്, എന്ത് കേന്ദ്ര ആശയമാണോ ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് 1 മണിക്കൂർ സമയം അവിടെ പറഞ്ഞത്, അതിലേക്കൊന്നും തിരിഞ്ഞു പോലും നോക്കാതെ, അതൊന്നും സ്പർശിക്കാതെ ഇദ്ദേഹം എന്താ ചെയ്തത്? ഇദ്ദേഹം ചെയ്തത്, ഞാൻ എൻ്റെ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഫിത്ന എന്ന വാക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ആമുഖമായി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ആ ആമുഖമായി പറഞ്ഞ കാര്യത്തിൽ ഖുർആനിലെ 1-2 വാക്യങ്ങൾ ഞാൻ ഉദ്ധരിച്ച്, ഖുർആനിൽ ഫിത്ന എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ശിർക്കും കുഫറും എന്ന അർത്ഥത്തിലാണ് എന്ന് അവിടെ പറഞ്ഞിരുന്നു. അത് ഞാൻ പറഞ്ഞതല്ല, ഖുർആനിൻ്റെ ആധികാരികമായിട്ടുള്ള പരിഭാഷകളിലും തഫ്സീറുകളിലും മുഴുവൻ അങ്ങനെയാണ് എഴുതി വച്ചിട്ടുള്ളത്. ബുഖാരി ഉൾപ്പെടെ ഉദ്ധരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഹദീസുകളിലും ആ ഫിത്ന ശിർക്കും കുഫറുമാണ് എന്നാണ് വിശദീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ രേഖകളും ഞാനവിടെ കൃത്യമായി കാണിച്ചുകൊണ്ട് അത് പറഞ്ഞിരുന്നു. അത് ഞാനവിടെ പറഞ്ഞത് ഖുർആനിൽ ഫിത്ന എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ള അർത്ഥത്തിലല്ല ഇസ്ലാം ചരിത്രത്തിൽ ഫിത്ന എന്ന വാക്ക് സാധാരണ ഉപയോഗിച്ച് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം ചരിത്രത്തിലെ ഫിത്ന മുസ്ലിങ്ങൾക്കിടയിൽ ആഭ്യന്തര കലാപങ്ങളാണ് എന്ന് പറയാൻ വേണ്ടി ആമുഖം പറഞ്ഞതാണ്. അതല്ലാതെ ഖുർആനിലെ ഈ വാക്യത്തിൽ പറയുന്ന യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇവിടെ നമ്മുടെ ജമായത്ത് സുഹൃത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഖുർആനിൽ നിന്ന് ഞാൻ ആ 2 ആയത്തുകൾ എടുത്തിട്ട് ഫിത്ന എന്ന വാക്കിന് ശിർക്കും കുഫറും എന്നാണ് അർത്ഥം എന്ന് വിശദീകരിച്ചതിനെ മൂപ്പരെടുത്തിട്ട് പറഞ്ഞു, ഫിത്ന എന്നാൽ യുദ്ധം എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് ആദ്യം പറഞ്ഞത്. അതൊരു നുണയായിരുന്നു. ഫിത്ന എന്നാൽ യുദ്ധം എന്നല്ല ഞാൻ പറഞ്ഞത്. ഫിത്ന എന്നാൽ 2 അർത്ഥമുണ്ട്. അതിലൊന്ന് ശിർക്കും കുഫറും എന്ന അർത്ഥമാണ് ഖുർആനിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. 2 ഇസ്ലാം ചരിത്രത്തിൽ ഫിത്ന എന്ന് പറഞ്ഞാൽ ആഭ്യന്തര കലഹങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞാനൊരു ആമുഖം എന്ന നിലക്ക് ഖുർആനിലെ ഈ കാര്യം പറഞ്ഞത്. എന്നിട്ട് ഖുർആനിൽ ഫിത്നയ്ക്ക് കൊടുത്തിട്ടുള്ള ശിർക്കും കുഫറും എന്ന അർത്ഥമൊന്നും അല്ല ഉള്ളത്. ഖുർആനിൽ ഫിത്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ കാര്യങ്ങളാണ് എന്ന് ഇദ്ദേഹം അവിടെ വിവരിക്കാൻ വേണ്ടി അദ്ദേഹം ഖുർആൻ്റെ തഫ്സീറുകളോ ഖുർആൻ്റെ പരിഭാഷകളോ ഞാനവിടെ കാണിച്ച ആധികാരികമായിട്ടുള്ള പ്രമാണങ്ങളോ ഒന്നുമല്ല കൊണ്ടുവരുന്നത്. ഇദ്ദേഹം നേരെ ഖത്തറിലേക്കോ ഈജിപ്തിലേക്കൊക്കെ വണ്ടി കയറിയിട്ട് അവിടുന്ന് യൂസഫുൽ ഖറളാവി ഏതോ പുസ്തകത്തിൽ ഫിത്നക്ക് കൊടുത്ത നിർവചനം പറഞ്ഞുകൊണ്ട് ഫിത്ന ഞാൻ പറഞ്ഞതല്ല എന്നാണ് ഇദ്ദേഹം അവിടെ പറയുന്നത്. എന്നാൽ ഫിത്ന
ശിർക്കും കുഫറുമാണ് എന്ന് ഞാനല്ല പറഞ്ഞത്. അത് പറഞ്ഞത് ആരാണ്, എവിടേക്കാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരുന്നു. നോബിൾ ഖുർആൻ എന്ന പേരിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഹജ്ജിന് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് എത്തുന്ന ആളുകൾക്ക് സൗജന്യമായി വിതരണം ചെയ്യാൻ സൗദി ഭരണകൂടം തന്നെ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന നോബിൾ ഖുർആൻ എന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പോലും ഫിത്നയ്ക്ക് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ശിർക്കും കുഫറും എന്നാണ്. അത് ഞാനവിടെ അതിൻ്റെ പേജ് അവിടെ കാണിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതുമാത്രമല്ല, ജലാലൈനി, ഇബ്നു അബ്ബാസ് തുടങ്ങിയിട്ടുള്ള തഫ്സീറുകളൊക്കെ ഫിത്ന ഈ ശിർക്കും കുഫറും എന്ന് തന്നെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. അതൊക്കെ ഞാനവിടെ കാണിച്ചതാണ്. ഇനി അതൊക്കെ പോട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിന് തള്ളിക്കളയാൻ പറ്റാത്തൊരു സാധനം ഞാനവിടെ ഉദ്ധരിച്ചിരുന്നു. സാക്ഷാൽ മൗദൂദിയുടെ റഫീമുൽ ഖുർആനിൽ എങ്ങനെയാണ് ഫിത്നയെ നിർവചിച്ചിട്ടുള്ളത്, വിശദീകരിച്ചിട്ടുള്ളത്. മൗദൂദി ഇസം തന്നെ പറഞ്ഞു തുടങ്ങുന്നതും വിശദീകരിക്കുന്നതും ഈ ഫിത്നയുടെയും ദീനിൻ്റെയും നിർവചനത്തിൽ നിന്നാണ്. മൗദൂദിയുടെ ഫിത്നയും ദീനും എന്താണ് എന്ന് ഞാനവിടെ വിശദമായിട്ട് പറഞ്ഞതാണ്. ശിർക്കും കുഫറും മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഇസ്ലാമും ഖുർആനും അല്ലാത്ത എല്ലാ ഭരണകൂടങ്ങളും രാഷ്ട്രീയ വ്യവസ്ഥകളും ഇസ്ലാം അല്ലാത്തതെല്ലാം ഫിത്നയാണ് എന്നാണ് മൗദൂദി അതിൽ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഈ ഫിത്ന ഇല്ലാതാകും വരെ മറ്റുള്ളവരുമായിട്ടും മറ്റു രാജ്യങ്ങളുമായിട്ടും മറ്റു ഭരണ സംവിധാനങ്ങളുമായിട്ടും യുദ്ധത്തിൽ ഏർപ്പെടണം എന്നാണ് മൗദൂദി പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഭീകരവാദ ആശയത്തിൽ നിന്നാണ് ലോകത്ത് പിന്നീട് ഇന്ന് വന്നിട്ടുള്ള 200-ൽ-പരം മതഭീകരവാദ സംഘടനകൾ ഉണ്ടായിട്ടുള്ളത്. മൗദൂദിയെ പോലെയുള്ള ആളുകളുടെ ആശയത്തിൽ നിന്നാണ് ISIS ഉൾപ്പെടെയുള്ള മതഭീകരവാദം രൂപപ്പെട്ടിട്ടുള്ളത്. അതിനെല്ലാം കാരണമായത് ഖുർആനിലെ ഫിത്നക്ക് മൗദൂദി നൽകിയ നിർവചനവും വിശദീകരണവുമാണ്. അതും ഞാൻ അവിടെ സൂചിപ്പിച്ചതാണ്. അതൊന്നും എടുക്കാതെ നേരെ പോയിട്ട് യൂസഫുൽ കർലാവിയുടെ ഒരു പുസ്തകത്തിൽ ഫിത്നക്ക് നിർവചനം പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫിത്ന എന്ന് പറഞ്ഞാൽ കൊളോണിയലിസമാണ്, ഫിത്ന എന്ന് പറഞ്ഞാൽ ജാതി ഉച്ചനീചത്വമാണ്, ഫിത്ന എന്ന് പറഞ്ഞാൽ സയണിസമാണ്, ഫിത്ന എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മതപ്രബോധനം നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന അക്രമ പ്രവർത്തനങ്ങളാണ് എന്നൊക്കെ മൂപ്പരവിടെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. നമ്മളവിടെ പറയാൻ ഉദ്ദേശിച്ച പ്രധാന ആശയത്തിൽ നിന്ന് വിശ്വാസി സമൂഹത്തിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പല്ലിസൂത്രം പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ, അഭ്യാസങ്ങളാണ് ഇത്. ഫിത്ന ആഭ്യന്തര കലാപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ആ ആഭ്യന്തര കലാപങ്ങളുടെ ചരിത്രമാണ് എൻ്റെ വിഷയമായിട്ട് അവതരിപ്പിച്ചത്. ആ വിഷയത്തിലേക്ക് സ്പർശിക്കുക പോലും ചെയ്യാതെയാണ് ഇദ്ദേഹം 1 മണിക്കൂർ മറുപടി പറഞ്ഞ് പോയിട്ടുള്ളത്. പിന്നെ പതിവ് പോലെ തന്നെ പച്ചക്കള്ളം പറയുക. ഇദ്ദേഹം തന്നെ മുമ്പ് രവിചന്ദ്രനുമായിട്ടൊരു സംവാദം നടത്തി. ആ സംവാദത്തിൽ ഇദ്ദേഹം പറഞ്ഞ നുണകൾ ഞാൻ അക്കമിട്ട് 30ഓളം നുണകൾ അക്കമിട്ട് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് മറുപടി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിനുശേഷം അതിനെക്കുറിച്ച് അങ്ങേരെ എവിടെയും മിണ്ടിയതായിട്ട് കണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ യാതൊരു ഉളുപ്പുമില്ലാതെ പച്ചക്കള്ളം പറയുക എന്നതാണ് ഇവരുടെ ഒരു രീതി. എന്തിനു വേണ്ടിയിട്ടാണ്? വിശ്വാസികളെയും പൊതുസമൂഹത്തെയും കബളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇസ്ലാമിനെക്കുറിച്ച് ചരിത്രത്തിൽ ഒരു മനുഷ്യന് പറയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നുണയാണ് പിന്നെ അദ്ദേഹം അവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? യുദ്ധം ഇസ്ലാമിലൊരു പരിപാടിയേ അല്ല എന്നാണ്. ആദ്യം പറഞ്ഞു ഫിത്ന എന്നാൽ യുദ്ധം എന്നാണ് ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞിട്ടാണ് പറയുന്നത് യുദ്ധം എന്നൊരു ഏർപ്പാട് തന്നെ ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ യുദ്ധം ചെയ്യുന്നത് ഇങ്ങോട്ട് നിവൃത്തിയില്ലാത്ത വിധത്തിൽ അക്രമം പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഇസ്ലാം യുദ്ധം ചെയ്തിട്ടുള്ളൂ എന്നാണ് നുണ പറഞ്ഞത്. നുണ പറയുന്നതിനോട്, അതിൻ്റെ ഉദ്ദേശ്യശുദ്ധിയോട് എനിക്ക് വിയോജിപ്പില്ല കേട്ടോ. അത് ഞാൻ പറയാതെ ഇരിക്കുന്നത് ശരിയല്ല. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ കാലത്ത് മതവിശ്വാസികളെ അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് അതിൻ്റെ ഉദ്ദേശ്യശുദ്ധി നല്ലതാണ്, അതിന് തർക്കമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നുണ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു മാർഗം സ്വീകരിക്കാതിരുന്നത്. അല്ലെങ്കിൽ ഞാനും ആദ്യകാലത്ത് ആലോചിച്ചതാണ്, അങ്ങനെ നുണ പറഞ്ഞുകൊണ്ട് ഇതിനെ ഒന്ന് വെളുപ്പിച്ച് ഈ കാലത്തിനനുസരിച്ച് മാറ്റാൻ ശ്രമിക്കുന്നതാണല്ലോ നല്ലത് എന്നൊക്കെ ചിന്തിച്ചാണ്. പക്ഷേ എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് സത്യസന്ധതയില്ലാതെ മനസ്സിലൊരു കാര്യം, ഒരു സത്യം ഒളിപ്പിച്ച് വെച്ചിട്ട് വേറൊന്ന് പുറത്തേക്ക് പറയുക എന്നുള്ളത് എനിക്ക് അസാധ്യമായതുകൊണ്ടാണ് ഞാൻ ആ മാർഗം വേണ്ടാന്ന് വെച്ചത്. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നുണ പറയുന്നതെങ്കിൽ എനിക്കതിന് വിയോജിപ്പൊന്നുമില്ല, അതിനോട് എതിർപ്പുമില്ല. പക്ഷേ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ കാര്യത്തിന് മറുപടി എന്നോണം ഈ നുണ പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിലെ യഥാർത്ഥ ആശയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞ ആശയങ്ങൾ മുസ്ലിങ്ങൾ തമ്മിൽ തല്ലുകൂടിക്കോ എന്ന് മുസ്ലിങ്ങളോട് പറയാൻ വേണ്ടി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അത് കേൾക്കുന്നവർക്കും മനസ്സിലാവും. അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഈ അവസ്ഥയെല്ലാം
മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തിയിട്ട് മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് മുസ്ലിങ്ങളെ നിങ്ങൾ വന്നിട്ട് ശരിയാക്കിക്കോ എന്ന് ആരോടെങ്കിലും പറയാൻ വേണ്ടിയിട്ടും അല്ല ഞാനിത് ഈ രീതിയിൽ കാര്യങ്ങൾ പറയുന്നത്. മറിച്ച് ഈ നിഷ്കളങ്കരായ വിശ്വാസികൾ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലൊക്കെ ഇന്ത്യയിലെ ഈ മുസ്ലിങ്ങൾ ഈ അള്ളാഹു വന്നിട്ട് നമ്മളെ രക്ഷിക്കുമെന്നും അള്ളാഹു നമ്മളെ കൂടെ ഉണ്ട് എന്നും വിശ്വസിച്ചുകൊണ്ട് അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഈ മതവും പൊക്കിക്കൊണ്ട് നടക്കുന്നത് വലിയ അപകടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം മുസ്ലിങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിലെ അവസ്ഥ അത്രയും ഭീകരമാവാൻ കാരണം മുസ്ലിങ്ങൾ ഈ അന്ധവിശ്വാസത്തിൽ ആണ്ടുകിടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടു കൂടി എന്താണ് ഈ ഇസ്ലാം എന്നും ഇതിൽ ഈ വിശ്വസിക്കുന്നത് പോലെയുള്ള കഴമ്പൊന്നും ഇല്ല എന്നും ഇതിൻ്റെ ചരിത്രം ഇങ്ങനെയൊക്കെയാണ് എന്നും ഇത് നബിയുടെ മരണകാലത്ത് തന്നെ യഥാർത്ഥത്തിൽ ഈ മതം ആശയപരമായിട്ടൊക്കെ പൊളിഞ്ഞ് പാപ്പരായി പോയിട്ടുണ്ടെന്നും ഇത് തമ്മിൽ തല്ലിയാണ് ലോകത്ത് ഇത്രയേറെ ഗ്രൂപ്പുകളും മറ്റും ഉണ്ടായി തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഇത് അവകാശപ്പെടുന്നത് പോലുള്ള ഒരു ദൈവികതയൊന്നും ഇതിനകത്ത് ഇല്ല എന്നും ഈ മുസ്ലിം സാമാന്യ ജനത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മുനാഫിക്കായിട്ട് ജീവിക്കാനില്ല, അതല്ലെങ്കിൽ അവിശ്വാസികളായി പുറത്തു വന്നിട്ട് മനുഷ്യരായി ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് സൃഷ്ടിക്കേണ്ടത് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഈ മതം പൊള്ളയാണ് എന്ന് നമ്മൾ തെളിവുകൾ സഹിതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പൊള്ളയാണ് എന്ന് വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ചരിത്രത്തിലെ ഈ ഫിത്നയുടെ ചരിത്രം, ഈ ആഭ്യന്തര കലാപങ്ങളുടെ ചരിത്രം നമ്മളവിടെ പറഞ്ഞത്. അതല്ലാതെ നമുക്ക് വേറെ ദുരുദ്ദേശമൊന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. അങ്ങനെയുള്ള ഒരു അപകടവും നമ്മളുടെ ഒന്നും പറയുന്ന ആശയങ്ങളിൽ നിന്ന് ഉണ്ടാവാനും പോകുന്നില്ല. ആ കൃത്യമായ ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പ്രഭാഷണത്തിൽ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഈ മതത്തെ, ഈ അന്ധവിശ്വാസത്തെ, അതിൻ്റെ ആയുസ്സിനെ നിലനിർത്തി കൊണ്ടുപോവുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഈ നുണകൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ നുണ തുറന്നു കാണിക്കേണ്ടത് ആവശ്യമായി മാറുന്നത്. അതല്ലാതെ മറ്റു ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ അതിനോട് നമുക്ക് വിയോജിപ്പില്ല. അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇസ്ലാമിൽ യുദ്ധം ഉണ്ടായിട്ടില്ല എന്നും ഇസ്ലാമിൻ്റെ പരിപാടി യുദ്ധമല്ല എന്നൊക്കെ പറയണമെങ്കിൽ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ. കാരണം ഇസ്ലാം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ഇനി ആരും പറഞ്ഞതും കണ്ടിട്ടില്ലെങ്കിൽ സാക്ഷാൽ മൗദൂദി എഴുതി വെച്ച കാര്യങ്ങളുണ്ട് ഇഷ്ടം പോലെ. ഇവിടെ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാർ തന്നെ പരസ്യപ്പെടുത്തിയിട്ടുള്ള, പബ്ലിഷ് ചെയ്തിട്ടുള്ള മൗദൂദിയുടെ കിതാബുകൾ മുഴുവൻ ഇവിടെ ഉണ്ട്. എൻ്റെ കയ്യിലുണ്ട്. മൗദൂദിയുടെ കുത്തുബാത്തുണ്ട്, മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആനുണ്ട്, മൗദൂദിസം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യകാലത്ത് എഴുതിയിട്ടുള്ള ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാമിക ഭരണവ്യവസ്ഥയെക്കുറിച്ചും ഒക്കെ എഴുതിയിട്ടുള്ള കിതാബുകളെല്ലാം ഇവിടെ ഉണ്ട്. അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് മൗദൂദി ഉറുദുവിൽ എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്. തൗഹീദിൻ്റെ പ്രബോധനം കൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. മക്കയിൽ 13 കൊല്ലമൊന്നും അവസാനം വാളെടുത്തിട്ടാണ് വീശിയപ്പോഴാണ് കാര്യം നടന്നത് എന്നും അത് തന്നെയാണ് നമ്മൾ ഇന്നും ചെയ്യേണ്ടത് എന്നും പച്ചയായിട്ട് മൗദൂദി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാം യുദ്ധത്തിൻ്റെ പരിപാടിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ആത്മവഞ്ചന അല്ലാതെ മറ്റൊന്നുമല്ല. ഇസ്ലാം 13 കൊല്ലം മക്കയിൽ വിജയിക്കാതെ വന്നപ്പോൾ സമ്പൂർണ്ണമായി പരാജയമടഞ്ഞപ്പോൾ എന്നാണ് മൗദൂദി എഴുതിയിട്ടുള്ളത്. സമ്പൂർണ്ണമായി പരാജയമടഞ്ഞപ്പോൾ മദീനയിൽ പോയിട്ട് വാളെടുക്കുകയാണ് ചെയ്തതെന്നാണ്. മദീനയിൽ പോയിട്ട് 10 കൊല്ലം മുഹമ്മദിന് യുദ്ധമല്ലാതെ എന്തായിരുന്നു പണി? മുഹമ്മദ് വേറെ എന്തെങ്കിലും പണിയെടുത്തതിൻ്റെ എന്തെങ്കിലും തെളിവുണ്ടോ? ഈ 10 കൊല്ലം കൊണ്ട് എത്ര യുദ്ധം നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊന്ന് അന്വേഷിച്ച് നോക്കുക. ഓരോ യുദ്ധത്തിനും യാത്ര ചെയ്യാനെടുത്ത സമയം തന്നെ മാസങ്ങളാണ്. അങ്ങനെയുള്ള അത്രയും ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക് വരെ പോയിട്ട് 80-ൽ പരം യുദ്ധങ്ങളാണ് ഈ 10 കൊല്ലം കൊണ്ട് മുഹമ്മദ് നടത്തിയിട്ടുള്ളത്. ആ യുദ്ധങ്ങളിൽ കിട്ടിയ കൊള്ള മുതൽ കൊണ്ടാണ് മുഹമ്മദിൻ്റെ കൂടെയുള്ളവരും മുഹമ്മദിൻ്റെ കുടുംബവും ഉപജീവനം കഴിച്ചിട്ടുള്ളത്. വേറൊരു നയാ പൈസേൻ്റെ ജോലി ചെയ്യുകയോ നയാ പൈസേൻ്റെ കൃഷിയോ കച്ചവടമോ ഏർപ്പാടോ ഒന്നും ചെയ്തിട്ടില്ല. കൊള്ളയടിച്ചു കൊണ്ടുവരുന്ന സമ്പത്ത് കൊണ്ടാണ് മുഹമ്മദിൻ്റെ കുടുംബവും മുഹമ്മദിൻ്റെ അനുയായികളും ഈ 10 വർഷം മദീനയിൽ ജീവിച്ചത്, മദീനയിൽ സമ്പത്ത് കുന്നുകൂട്ടിയത്. ഇതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. അപ്പോൾ കൊള്ള, അക്രമം, യുദ്ധം ഇതല്ലാതെ വേറൊന്നും മുഹമ്മദ് മദീനയിൽ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇസ്ലാമിൽ യുദ്ധം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല എന്ന് പറഞ്ഞു. ഇസ്ലാമിൽ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചിട്ട് യുദ്ധം ചെയ്തു എന്ന് പറയാവുന്ന എത്ര യുദ്ധമുണ്ട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ? ഒരെണ്ണം പോലും ഇല്ല. ഉണ്ടെന്ന് പറയാവുന്നത് തന്നെ ബദറിന് ശേഷം നടന്നിട്ടുള്ള ഉഹുദ്, ഖന്തക്ക് എന്ന് പറയുന്ന 2 യുദ്ധം മാത്രമാണ്. പക്ഷേ അത് മക്കക്കാരുടെ പ്രതിരോധമായിരുന്നു. അബൂ സുഫിയാൻ്റെയും
കൂട്ടരുടെയും കച്ചവട സംഘത്തെ കൊള്ളയടിക്കാൻ വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ടിട്ട് ആ കച്ചവട സംഘത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവരുടെ കൂടെ വന്ന ആൾക്കാരെയാണ് ബദറിൽ വെച്ചിട്ട് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്, അവരുമായിട്ടാണ് ഏറ്റുമുട്ടിയത്. അപ്പോൾ അവരുടെ കച്ചവടത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സൈന്യവുമായിട്ടാണ് കൊള്ളയടിക്കാൻ പോയ മുഹമ്മദിൻ്റെ സൈന്യം ഏറ്റുമുട്ടിയത്. അതാണ് ബദർ യുദ്ധം. എന്നിട്ട് 10-70 ആൾക്കാരെ, സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ കൊല്ലുകയാണ് ചെയ്തത് മുഹമ്മദ്. അതിന് പകരം വീട്ടാൻ വേണ്ടി 70 ആളെ അന്ന് കൊന്ന അത്രയും ആൾക്കാരെ പകരം കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഉഹുദ് യുദ്ധത്തിൽ അവർ വന്നത്. അതിൽ കൃത്യം 70 ആളെ കൊന്നവർ തിരിച്ചു പോവുകയും ചെയ്തു. അവർ മദീന കീഴടക്കാനോ മുഹമ്മദിനെ കൊല്ലാനോ അല്ലെങ്കിൽ അവർ മൊത്തം തകർക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. തങ്ങളോട് ചെയ്ത ഈ തെമ്മാടിത്തത്തിന് പകരം വീട്ടാൻ വേണ്ടി അത്രയും എണ്ണം ആളുകളെ പകരം കൊന്നിട്ട് അവർ പോയി. അന്നത്തെ അറബികളുടെ രീതി അതാണ് ഉഹുദ് യുദ്ധം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്ന മുഴുവൻ യുദ്ധങ്ങളും ഏകപക്ഷീയമായിട്ടുള്ള അക്രമങ്ങളും കൊള്ളകളുമാണ് മുഹമ്മദ് നടത്തിയിട്ടുള്ളത്. ഇതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. പിന്നെ മുഹമ്മദിൻ്റെ മരണശേഷവും ബാക്കിയുള്ളവരും അത് തന്നെ ചെയ്തത്. വിദൂര രാജ്യങ്ങളെല്ലാം പോയിട്ട് പിടിച്ചെടുത്ത് ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ചുകൊണ്ടാണ് ഇസ്ലാമിനെ ഒരു കോളനിയായിട്ട്, ഒരു സാമ്രാജ്യമാക്കിയിട്ട് വികസിപ്പിച്ചത്. കൊളോണിയലിസമാണ് ഫിത്ന എന്നാണ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞത്. ആണെങ്കിൽ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ ഫിത്ന ഇസ്ലാമാണ്, വേറെ ഒന്നുമല്ല. ലോക ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഫിത്ന ഇസ്ലാമാണെന്ന് പറയേണ്ടി വരും. കൊളോണിയലിസമാണ് ഫിത്ന എങ്കിൽ ഉച്ചനീചത്വമാണ് ഫിത്ന എന്നാണ് മറ്റൊരു നിർവചനം അദ്ദേഹം പറഞ്ഞത്. ഉച്ചനീചത്വമാണ് ഫിത്ന എങ്കിൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നീചമായിട്ടുള്ള ഫിത്ന ഇസ്ലാമാണ്. കാരണം മനുഷ്യനെ അടിമയെന്നും ഉടമയെന്നും വിശ്വാസിയെന്നും അവിശ്വാസിയെന്നും സ്ത്രീയെന്നും പുരുഷനെന്നും ഒക്കെ വളരെ കൃത്യമായി ഉച്ചനീചത്വം കൽപ്പിച്ചിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. അങ്ങനെ അതാണ് ഫിത്ന എങ്കിൽ ഇസ്ലാമും ലക്ഷണമൊത്ത ഫിത്നയാണ്. പിന്നെ പറഞ്ഞ് സയനിസം ഫിത്നയാണ് എന്നാണ്. സയനിസമാണ് ഫിത്ന എങ്കിൽ ഇസ്ലാമും ഫിത്നയാണ്. സയനിസം എങ്ങനെ ഉണ്ടായത്? സയനിസം ഉണ്ടാകുന്നത് ജൂതന്മാർ അവർ വസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് 2000 കൊല്ലം മുമ്പ് ഓടിക്കപ്പെട്ടു എന്നും അവരുടെ മതത്തിൽ അവരുടെ ദൈവം അവരോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് നിങ്ങളെ ഞാൻ നിങ്ങളുടെ ജന്മദേശമായിട്ടുള്ള ഇസ്രായേലിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവിടെ പാർപ്പിക്കുമെന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വാഗ്ദത്ത ഭൂമി തിരിച്ചു തരുമെന്ന വാഗ്ദാനം അവരുടെ കിതാബിലുണ്ട്. ജൂതന്മാരുടെ കിതാബിൽ അവരുടെ ദൈവമായ യഹോവ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് ഇസ്രായേൽ അവരുടേതാണെന്നുള്ളത്. ഇസ്രായേലിൽ നിന്ന് അവരുടെ പൂർവികരെ പണ്ട് ഓടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവർ തിരിച്ച് ഇസ്രായേലിലേക്ക് വരാൻ തീരുമാനിക്കുകയും അങ്ങനെ കുടിയേറ്റം നടക്കുകയും ചെയ്തു. അതിനാണ് സയനിസം എന്ന് പറയുന്നത്. അങ്ങനെ ഇസ്രായേലിലേക്ക് ജൂതന്മാരെല്ലാവരും കുടിയേറി അവിടെ ഒരു രാജ്യമുണ്ടാക്കണം എന്ന ആശയത്തിനാണ് സയനിസം എന്ന് പറയുന്നത്. അത് ഫിത്നയാണെങ്കിൽ ഇസ്ലാമും ഫിത്നയാണ്. എന്താ കാരണം? എന്തിനാണ് മുഹമ്മദ് നബി എന്തിനാണ് മക്ക പിടിച്ചടക്കിയത്? മക്കയിലുണ്ടായിരുന്ന ദേവാലയം അവിടുത്തെ മുശ്രിക്കുകൾ എന്ന് വിളിക്കുന്ന ആളുകൾ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അവിടെ വിഗ്രഹങ്ങൾ വെച്ച് അവരുടെ ദൈവങ്ങളെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന മക്കായിലെ കഅബ എന്ന് പറയുന്ന വിഗ്രഹം എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എവിടെയോ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ഇബ്രാഹീമിൻ്റെ കഥയും പറഞ്ഞുകൊണ്ട് ആ ഇബ്രാഹിം ഉണ്ടാക്കിയതാണെന്ന് അവകാശവാദം പറഞ്ഞുകൊണ്ട് മുഹമ്മദിൻ്റെ സംഘവും ഒരു ചതിക്കരാറുണ്ടാക്കി അവരെ ചതിച്ചുകൊണ്ട് 50,000-ഓളം പട്ടാളത്തെ നയിച്ചുകൊണ്ട് ആ കഅബ പോയി പിടിച്ചടക്കിക്കൊണ്ട് മക്ക തൻ്റേതാണെന്നും തൻ്റെ മതത്തിൻ്റേതാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ മുഴുവൻ വലിച്ചെറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ അവരുടെ ദൈവങ്ങളെ മുഴുവൻ അവഹേളിച്ചുകൊണ്ട് പിടിച്ചടക്കുകയാണ് മുഹമ്മദ് ചെയ്തത്. മുഹമ്മദ് പിടിച്ചടക്കിയത് ഈ സയനിസത്തെക്കാളും വലിയ ഭീകരമായിട്ടുള്ള അക്രമത്തിലൂടെയാണ്. സയനിസം അത്രയും അക്രമം ചെയ്തിട്ടില്ല. സയനിസത്തിൻ്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ അറിയാം. അവർ ഇന്നും അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ടുമില്ല. സയനിസ്റ്റുകൾ എന്തിനാണ് അവർ വന്നത്? ജെറുസലേമിലെ അക്സ പള്ളി നിൽക്കുന്ന സ്ഥലം അത് അവരുടെ പഴയ സോളമൻ ടെമ്പിളായിരുന്നു, സോളമൻ ക്ഷേത്രമായിരുന്നു. ആ ക്ഷേത്രം പിടിച്ചെടുത്തുകൊണ്ട് അവിടെ ദേവാലയം പണിതുകൊണ്ട് തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കാനാണ് സയനിസ്റ്റുകൾ അവിടെ വന്നത്. സയനിസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ആ അക്സ പള്ളി അവിടുന്ന് പൊളിച്ചിട്ട് അവിടെ സോളമൻ ടെമ്പിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഇതുവരെയും അവർ ചെയ്തിട്ടില്ല. പക്ഷേ മുഹമ്മദ് മക്കയിൽ അത് അന്ന് തന്നെ ചെയ്തു. മക്ക പിടിച്ചടക്കിയ സമയത്ത് തന്നെ മക്ക അവരുടെ ആരാധനാലയം പിടിച്ചെടുത്ത് അവിടെ ഉണ്ടായിരുന്ന അവരുടെ ദൈവങ്ങളെ മുഴുവൻ തകർത്ത് മുഹമ്മദിൻ്റെ ആരാധനാലയമാക്കി മാറ്റുകയാണ് ചെയ്തത്. എന്ത് പറഞ്ഞുകൊണ്ട്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാൾ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയതാണ് ഇത് എന്ന പച്ച കള്ളം പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് മക്ക പിടിച്ചടക്കിയത്.
അപ്പോൾ ഈ ജൂതന്മാർ നടത്തിയ സയണിസത്തേക്കാൾ ഭീകരമായിട്ടുള്ള സയണിസം തന്നെയാണ് മുഹമ്മദ് മക്കയിൽ നടപ്പിലാക്കിയത്. എന്നിട്ട് മുഹമ്മദ് മക്കയിൽ അവസാനിപ്പിച്ചില്ല. മറ്റു രാജ്യങ്ങളെല്ലാം പിടിച്ചടക്കി, മറ്റു നാടുകളെല്ലാം പിടിച്ചടക്കി, അവിടങ്ങളിലെല്ലാമുള്ള ആരാധനാലയങ്ങൾ തകർത്ത് അവിടെയെല്ലാം മുഹമ്മദിൻ്റെ ആരാധനാലയങ്ങൾ പണിതുകൊണ്ട് ഇസ്ലാം എന്ന മതം എല്ലായിടത്തും അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു സാമ്രാജ്യം പണിയുകയാണ് മുഹമ്മദിന് ശേഷം വന്നിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളും ചെയ്തത്. അപ്പോൾ സയണിസത്തിൽ ലക്ഷണമൊത്ത സയണിസം അത് തന്നെയാണ് ഇസ്ലാം. അത് ഫിത്നയാണെങ്കിൽ അതിനേക്കാളും ഭീകരമായ ഫിത്നയാണ് ഇസ്ലാം. സാമ്രാജ്യത്വമാണ് ഫിത്ന എങ്കിൽ ലക്ഷണമൊത്ത ഏറ്റവും ഹീനമായിട്ടുള്ള സാമ്രാജ്യത്വമാണ് ഇസ്ലാം. ഉച്ചനീചത്വമാണ് ഫിത്ന എങ്കിൽ ലക്ഷണമൊത്ത ഫിത്നയാണ് ഇസ്ലാം. അപ്പോൾ ഇസ്ലാം എന്തൊക്കെയാണോ അതൊക്കെ തന്നെയാണ് ഫിത്ന എന്ന് ഈ നിർവചനം അനുസരിച്ച് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും.